Hello everyone, welcome to Mehar'skitchen. ഇന്ന് ഒരു സ്പെഷ്യൽ കബാബിൻ്റെ റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ നോക്കാം ബോട്ടി സീഖ് കബാബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. മമ്മിനോട് ചോദിക്കാം. റെസിപ്പി ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. താങ്ക് യു. അപ്പോൾ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇറച്ചി വേവിച്ചെടുക്കണം. ഇറച്ചി 400 ഗ്രാമാണിത്. ഇതിങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. പിന്നെ ആവശ്യമുള്ളത് പച്ചമുളക് അരച്ചതാണ്, ഇതൊരു ടീസ്പൂണാണ്. ആവശ്യത്തിന് ഉപ്പ്. ആദ്യം ഇറച്ചി വേവിക്കാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പച്ചമുളക് പേസ്റ്റും ഉപ്പും ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊരു 90% വേവിച്ചെടുക്കണം. അധികം വേവിക്കാൻ പാടില്ല, ഓവർ കുക്കാവാൻ പാടില്ല. ഇതിൻ്റെ വെള്ളം ഒക്കെ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇറച്ചിയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫ്ലെയിം ഹൈ ആക്കിയിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളം കളയാൻ പാടില്ല. മസാല എല്ലാം ഇതിൽ തന്നെ ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 1 ടീസ്പൂൺ നിറച്ച് ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ ക്രീമാണിത്. പിന്നെ 3 ടേബിൾ സ്പൂൺ തൈര്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. പിന്നെ ആവശ്യമുള്ളത് ടൂത്ത് പീക്കാണ്. ടൂത്ത് പീക്ക് ഇല്ലെങ്കിൽ കോലെന്തെങ്കിലും എടുത്താൽ മതി. പിന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ബ്രെഡ് ക്രംസും 1 മുട്ടയും. ഇനി ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ചെറിയ ജീരകവും കുരുമുളക് പൊടിയും ക്രീമും തൈരൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇറച്ചിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇറച്ചി വേവിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇറച്ചി മസാലയൊക്കെ നന്നായിട്ട് കോട്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ടൂത്ത് പീക്കിലേക്ക് ഇങ്ങനെ കോർത്ത് കൊടുക്കാം. 3 കഷ്ണം ഒരു ടൂത്ത് പീക്കിലേക്ക് കോർത്ത് കൊടുക്കാം. ടൂത്ത് പീക്ക് ഇല്ലെങ്കിൽ നല്ലൊരു വൃത്തിയുള്ള കോലെടുത്തിട്ട് ഇങ്ങനെ കോർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ എല്ലാ ഇറച്ചിയും ടൂത്ത് പീക്കിലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡിയാണ്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞാൽ അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും, മാരിനേറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇത് ബ്രെഡ് ക്രംസിലേക്ക് മുക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ആദ്യം ബ്രെഡ് ക്രംസിലാണ് മുക്കേണ്ടത്. ഇങ്ങനെ തന്നെ എല്ലാ ഇറച്ചിയും ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കണം ബ്രെഡ് ക്രംസിൽ. ഇറച്ചിയെല്ലാം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുട്ട പൊട്ടിച്ചിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയിൽ ഉപ്പിട്ട് കൊടുക്കുന്ന ആവശ്യമില്ല, ഇറച്ചിയിൽ തന്നെ അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ട്. എന്നിട്ട് ഫ്രൈ ചെയ്യാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ എണ്ണ ഒഴിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം എണ്ണ ചൂടാക്കി എടുക്കാൻ. എന്നിട്ട് ഓരോ കബാബും മുട്ടയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ അത് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. അങ്ങനെ അത് 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മതി 2 സൈഡും കളർ മാറാനും ബ്രൗൺ ആവാനും. ഇനി ഇത് കോരിയെടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഇതുപോലെ തന്നെ എല്ലാ കബാബും ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ വളരെ ടേസ്റ്റിയായ ബോട്ടി സീഖ് കബാബ് റെഡിയാണ്. ഇത് നല്ല ടേസ്റ്റാണ്, വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയൊരു കബാബാണ്. ഇഫ്താറിനൊക്കെ പറ്റിയൊരു വിഭവമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം.
പിന്നെ പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.